അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മിഡിൽ ക്ലാസ് ഫാമിലിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് വാഗമണ്ണിലേക്കാണ്. വാഗമണ്ണിൻ്റെ നമ്മൾ തുടക്കം എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പരണങ്ങാനം റോഡിലാണ് നമ്മൾ ഇപ്പോൾ വാഗമണ്ണിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയാണ് ഇന്ന് ഫാമിലി ആയിട്ടുള്ളൊരു യാത്രയാണ്. ഒരു കരിമ്പിൻ ജ്യൂസ് അടിക്കാനായിട്ട് നിർത്തിയാണ്. ആ കാണുന്നത് നമ്മൾ പോകുന്ന റൂട്ടിലുള്ള ഒരു മലയാണ്. അപ്പം ഏത് മലയാണെന്നൊന്നും അറിയത്തില്ല, ഇല്ലിക്കൽ കല്ലാണെന്ന് തോന്നുന്നു, ഏതാണെന്ന് അറിയത്തില്ല. എന്തായാലും ഞങ്ങളെ യാത്രകൾ തുടരുവാണ്. അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം ചുറ്റും നല്ല റബ്ബറും തോട്ടം കാണുന്നത് കേട്ടോ. ഈ തട്ട് ഞങ്ങളുടെയൊക്കെ നാട്ടിലാണെങ്കിൽ നിരപ്പായിട്ടുള്ള പ്രദേശമാണ്. ഇപ്പം ഹരിപ്പാട്, ആലപ്പുഴ എന്നൊക്കെ പറയുന്നത്. ഇവിടെ ഈ തട്ടായിട്ടാണ് ഓരോ സ്ഥലങ്ങൾ. റബ്ബറിൻ്റെ തോട്ടമാണെങ്കിലും ഓരോ വഴിയൊക്കെ കാണാൻ നല്ല താഴ്ചയിൽ ഞാൻ കാണിച്ചു തരാം. ഓരോരുത്തരും ഓരോ എല്ലാ വീടിൻ്റെയും വഴികളൊക്കെ ആണെങ്കിലും നല്ല കുത്തനെയുള്ള താഴ്ചയാണ്. ഈ കാണുന്നത് ഇല്ലിക്കക്കല്ലാന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞ ഇല്ലിക്കക്കല്ലാണ് എന്ന് പറഞ്ഞത്. ഈ സൈഡിൽ കൂടെ അകത്തോട്ട് പോകുന്ന റോഡ് ഇല്ലിക്കക്കല്ലാണെന്നാണ് പറഞ്ഞത്. ഇനി ആ കാണുന്നത് വാഗമണ്ണാണോന്ന് അറിയത്തില്ല. ഞങ്ങൾ ആ റൂട്ട് വെച്ച് അങ്ങോട്ട് പോവുകയാണ്. ഇല്ലിക്കൽ കല്ലിന്റെ ഭാഗമാണെന്ന് പറയപ്പെടുന്നു. ഈ സൈഡിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് പോകുന്ന, അകത്തോട്ട് ഇറങ്ങി പോകുന്നത് ഇല്ലിക്കക്കല്ലാണെന്നാണ് പറയുന്നത്. എന്തായാലും ഞങ്ങൾ പതുക്കെ ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് പതുക്കെ അങ്ങോട്ട് പോകണം. ഇവിടെ ഒരു ബോർഡ് കാണും, അതെന്തോ എന്ന് നോക്കട്ടെ. ഇല്ലിക്കൽ കല്ലിന്റെ സൈഡിലോട്ടുള്ള റൂട്ടാണ്. നല്ല കോടമഞ്ഞ് മുകളിൽ കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ആ ഇല്ലിക്കൽ പൂഞ്ചിറ ഇതെല്ലാം ഈ സൈഡിലോട്ടാ പോകുന്നത്. ഇല്ലിക്കക്കല്ല്, വിഴപ്പൂഞ്ചിറയൊക്കെ പോകുന്ന റോഡ് അങ്ങോട്ടാണ്. അരുവിയോ അങ്ങനെ എന്തോ ഒരു അരുവിയും കൂടെ ഉണ്ട് കേട്ടോ. അതല്ല ഈ റൂട്ട്. പെട്ടെന്ന് വായിക്കാൻ പറ്റിയില്ല, കട്ടായി കയറി പോകുന്നു. അപ്പൊ അടുത്തത് നമ്മൾ വാഗമണ്ണിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് കേട്ടോ. എന്തായാലും അടിപൊളി സ്ഥലമാണെന്ന് തോന്നുന്നു. ഞാൻ ഇടയ്ക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പൊ ഫാമിലി, അത് വർഷങ്ങൾക്ക് മുമ്പാണ് വന്നത്. ഇപ്പൊ ഞങ്ങൾ ഫാമിലി ആയിട്ട് വീണ്ടും വന്ന്, ഞങ്ങൾ ഇളയ മോള് വന്ന് പിന്നെ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ റൂട്ട് വരുന്നത് തന്നെ. അപ്പൊ 1 കിലോമീറ്റർ അല്ല, 19 കിലോമീറ്റർ. അതിന്റെ അകത്ത് 9 ആരോ എടുത്ത് കളഞ്ഞേക്കുവാണ്. അപ്പൊ അത് ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. ഇവിടെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഈ തേയിലത്തോട്ടത്തിന്റെ താഴെ എത്തിയപ്പോഴത്തേക്കും ഒരു അടിപൊളി വ്യൂ കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ നമ്മള് ഈ പറയുന്ന എന്താ പറയാ, മൂന്നാർ അല്ലെങ്കിൽ വയനാട് ആ ഭാഗത്തോട്ടൊക്കെ പോകുമ്പോ തന്നെ ഉള്ള വ്യൂ പോലെ. പക്ഷെ അത്ര അടുക്കും ചിട്ടയില്ല. തേയില ഇച്ചിരി അടുത്തില്ല. വാഗമണ്ണിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ. വാഗമണ്ണിലേക്കുള്ള യാത്രയിൽ നമുക്ക് കണ്ട നല്ലൊരു സീനറി കണ്ടിട്ട് ഇവിടെ വണ്ടി നിർത്തിയാ. അത് കണ്ടോ, ഇത് കണ്ടോ, ഇവിടുന്ന് വെള്ളച്ചാട്ടത്തിന്റെ ഒക്കെ സൗണ്ട് താഴെ കേൾക്കാൻ പറ്റുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഇതിന്റെ സീനറി എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി സീനറി കേട്ടോ. അതാ ഈ ഒരു ഭാഗം എന്ന് വെച്ചാൽ കണ്ടോ, ഒരു രക്ഷയില്ല, നല്ല സൂപ്പർ സ്ഥലം. ഒരു എന്താ പറയുന്ന പച്ചപ്പും ഒരു മഴക്കോളും അങ്ങനെ നിറഞ്ഞിരിക്കുന്ന അടിപൊളി ഒരു പ്ലേസ്. വാഗമണ്ണിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള സ്ഥലമാണ് ഈ കാണുന്നത്. നമ്മൾ വന്ന വഴികളൊക്കെ അതാണ്ട് ഈ കാണുന്നതൊക്കെ കേട്ടോ. അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് കയറി വന്ന വഴികളൊക്കെ അതാണ്ട് ഈ കാണുന്നത്. അവിടെ വരെ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്ക് അറിയില്ല. ഇവിടെയൊക്കെ വെള്ളം ഈ താഴെ വരുന്നു. മഴയൊക്കെ പെയ്യാത്തത് ഇവിടെ വെള്ളത്തിലേക്ക് പെയ്യുന്നു. ഇവിടെ ഈ റോഡേ കൂടെ റോഡ് ചെല്ലണം. അവിടെ ഈ അറ്റത്തും ഉണ്ട് ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. അതിൻ്റെ അവിടെ ഒരു നൂല് പോലെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അടിപൊളി സ്ഥലത്തൊക്കെ അടിപൊളി സ്ഥലം. നല്ല തണുപ്പൊക്കെ തുടങ്ങി ഞങ്ങൾ വന്നപ്പോഴത്തേക്ക്. ഈ കാണുന്നൊരു വെള്ളച്ചാട്ടം ദൂരെ ഒത്തിരി മുട്ടത്തുന്നതൊക്കെ ഉള്ള വ്യക്തിയില്ല. നല്ല സൂപ്പർ സ്ഥലം.
ചെറിയൊരു മഴയൊക്കെ പെയ്ത് നമ്മുടെ വാഗമണിലേക്കുള്ള വഴിയൊക്കെ തളർത്ത് കിടക്കുകയാണ്. അത് കണ്ടിട്ട് എന്തായാലും കിങ്ങിണി അച്ഛാന്ന് അതിന്റെ ഇടയിൽ വിളിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇതിന്റെ ഇടയിലാണ് ഇവിടെ ഇപ്പുറത്തെ സൈഡാണ് ചെറിയ പാറക്കെട്ടുകളാണ്. ആ പാറക്കെട്ടുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്ന കാണാൻ നല്ല രസമാണ് കേട്ടോ. അപ്പൊ ആ പാറക്കെട്ടുകളുടെ ഒരു സീനറി ഞാൻ കാണിക്കാം. ഇവിടെ ഉണ്ട്, അവിടെ ആ സൈഡിൽ കൂടെ ഒന്ന് കാണിച്ചത് മോനെ കണ്ടോ. പാറക്കെട്ടുകളിൽ ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്ന ഓരോരോ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒത്തിരി അരുവികളൊക്കെ ഉണ്ട്. ചെറിയ അരുവികളൊക്കെ ഒത്തിരി ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ഈ പോകുന്ന റൂട്ട് കാണാം. അത് മാത്രമല്ല, ഓരോരുത്തരുടെ വീട്ടിലുള്ള വഴികൾ കാണുമ്പോഴാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഭയന്ന് പോകുന്നത്. ഇവർ ഇതിലേക്കൂടെ എങ്ങനെ കയറി പോകുന്നൊരു പിടുത്തവും ഇല്ല. അപ്പം എന്തായാലും വീഡിയോ ഇങ്ങനെ കണ്ട് വന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ അടുത്തൊരു പാറക്കെട്ടൂടെ വന്നിട്ട് ഒരു അടിപൊളി ഒരു കാഴ്ചയാണ്. ഇതുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയത്തില്ല. ഇതുകൊണ്ട് ആ കാണുന്നൊരു സൈഡിൽ കൂടെ വരുന്നത് എന്താ പാറക്കെട്ടിൽ വെള്ളം വരിക മുകളിലോട്ട് നോക്കി കഴിഞ്ഞാൽ വലിയൊരു പാറയാണ്. ആ പാറയുടെ അവിടെ നിന്ന് ഒരു വളവിൻ്റെ ഇവിടെ ആയതുകൊണ്ട് നിർത്താൻ പറ്റില്ല. അപ്പം അങ്ങനെ ഒത്തിരി കാഴ്ചകൾ, അനേകം കാഴ്ചകൾ ഇവിടെ ഉണ്ട്. അപ്പം നമ്മളിപ്പം വാഗമണിലെ പൈൽമരക്കാടുകളുടെ ഇടയിലാണ്. ഇവിടെ നല്ല മഞ്ഞുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ഞങ്ങളും കൂടെ വന്നപ്പോൾ കോടമഞ്ഞുണ്ടായിരുന്നു, നല്ല മഞ്ഞായിരുന്നു. ഇവിടെ അത്യാവശ്യം ഇപ്പോൾ ഒന്ന് തെളിഞ്ഞിട്ടുണ്ട്. എന്തായാലും കാണാൻ അടിപൊളിയാണ് കേട്ടോ. നല്ല ഫോട്ടോ ഒക്കെ എടുക്കുന്നതിന് ഇവിടെ 300 രൂപയാണ് ഞങ്ങൾ. പക്ഷേ ഫോട്ടോയും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ഞങ്ങൾ ഇതിനു മുമ്പ് ഇതായി വന്നതുകൊണ്ട്. ഇത് കണ്ടില്ലേ, കൊച്ചുകുട്ടികളടക്കം കളിക്കുന്ന ഓരോ കാര്യങ്ങൾ. അതേപോലെ നമ്മൾ ഇങ്ങോട്ട് വരുന്ന സ്ഥലത്ത് ഒത്തിരി കടകളുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ കാടാന്ന് തോന്നുന്നു കേട്ടോ. ഈ പൈൽമല നിൽക്കുന്ന സ്ഥലങ്ങളിലെല്ലാം കാടാം. അപ്പോൾ അങ്ങോട്ട് നമുക്കധികം ഇതായിട്ടൊന്നുമില്ല. പകരം ഈ സൈഡ് തന്നെ അപ്പുറത്തെ ഒരു സൈഡ് കൂടെ ഉണ്ട്. ആ സൈഡാണെങ്കിൽ അങ്ങോട്ട് വഴി കിടപ്പുണ്ടോ. അതുകൊണ്ട് ഇവിടുന്ന് ഇറങ്ങിയിട്ട് അങ്ങോട്ട് ഒരു സൈഡ് കൂടെ ഉണ്ട്. ആ സൈഡിൽ അങ്ങോട്ട് വഴി കിടപ്പുണ്ട്. അവിടെ പോയിരുന്നാലും നമുക്ക് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാം. ഇവിടെ ഒത്തിരി പേരുണ്ട് കേട്ടോ. അവരെല്ലാം ഭയങ്കര ആഘോഷത്തിലാണ്. അതുകൂടാതെ ഇങ്ങനെ കുത്തനെ കിടക്കുകയാണ് താഴോട്ടുള്ള ഒരു കാഴ്ചകൾ. ഇങ്ങനെ കുത്തനെ താഴോട്ട് കിടക്കുകയാണ് പൈൽമരക്കാടിൻ്റെ. ഇപ്പോൾ ഇടയ്ക്കാണ്ട് വീണ്ടും കോടമഞ്ഞിൻ്റെ ഒരു പ്രകൃതം തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് സമയം ഏകദേശം ഒരു 5 മണിയോളം ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓൾറെഡി ഒരു മഴയും ചെറുതായിട്ട് പെയ്ത്. അട്ടയുടെ ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ ഇവിടെ. അട്ടകടിയുണ്ട്. അട്ടകടി ചെറുതല്ല, നല്ല രീതിയിൽ അട്ടയുടെ കടിയുണ്ട്. അതും കൂടെ വരുന്നവർ സൂക്ഷിക്കുക. ഇതിലേക്കൂടാണ് നമ്മളാ വന്ന സ്ഥലത്തേക്ക് തന്നെ അങ്ങോട്ടൊക്കെ മുകളിലോട്ടൊക്കെ ഒത്തിരി കാണാനുണ്ട്. അവിടെയൊക്കെയാണ് കോട വന്ന് നിൽക്കുന്നത് കാണാൻ പറ്റും. പിന്നെ അപ്പുറത്തെ സൈഡിലെ മുട്ടക്കുന്ന് തന്നെ ഈ സൈഡിൽ അങ്ങേറ്റം നിന്ന് കഴിഞ്ഞാൽ ആ ഭാഗത്തോട് നോക്കി കഴിഞ്ഞാൽ മുട്ടക്കുന്നും കാണാം. അവിടെ കണ്ട് തെളിഞ്ഞ് നിൽക്കുന്നൊരു ഇതുണ്ടോ മഞ്ഞ്. അല്ല, അവിടെ തെളിഞ്ഞ് നിൽക്കില്ല, അവിടെ കോടമഞ്ഞ് കൊണ്ട് നിറഞ്ഞ് നിൽക്കുന്നൊരു ഭാഗമാണ് ആ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ആദ്യം ഞങ്ങൾ പോയത് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അവിടെയൊക്കെയാണ്. വേറൊന്നും കൊണ്ടല്ല, ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അവിടെ ഏതാണ്ട് 4 മണിയോ 5 മണിയോ കണ്ട് കഴിഞ്ഞ് 5 മണി എന്നാണ് പറയുക. 5 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടിക്കറ്റ് ഒന്നും കിട്ടിയില്ലല്ലോ, അല്ലെ കാണാൻ പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ച് ആദ്യം ഞങ്ങൾ അത് കണ്ടതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം എന്ന് വിചാരിച്ചാണ് അങ്ങോട്ട് ഫസ്റ്റ് പോയത്. അതിന് ശേഷമാണ് ഞങ്ങൾ പൈൽമരക്കാട്ടിലൊക്കെ വന്നത് കേട്ടോ. ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ പോകുന്ന റൂട്ട് തന്നെ ഒരു അടിപൊളി റൂട്ട്. ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് പോകുന്നതാണ്. കാരണം മഞ്ഞ് നമ്മളെ ക്രോസ് ചെയ്ത് ഇങ്ങനെ കോടമഞ്ഞ് പോകുന്ന സീനൊക്കെയാണ് കാണുന്നത്. ചുറ്റും അപ്പുറത്ത് ഒരു മുട്ടക്കുന്നുണ്ട്. അമ്മേ, ഇവിടെ മഞ്ഞ് തെളിഞ്ഞു കേട്ടോ. ഇവിടെ തെളിഞ്ഞ് ക്രോസ് ചെയ്തോണ്ട് ഞങ്ങൾ ഫോൺ എടുത്ത് അങ്ങോട്ട് വീഡിയോ പിടിക്കാൻ തന്നെ
എല്ലാം തെളിഞ്ഞിട്ടുണ്ട്. അതാണ് തോന്നുന്നത്. പശു ഇഷ്ടം പോലെ പശു ഉണ്ട് കേട്ടോ. എനിക്ക് ഇപ്പോഴും ഒരു സംശയമുണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ മൂക്കുകയറൊക്കെ ഇട്ട് നടത്തുന്ന പശു അവൻ വഴിയൊന്നും മാറത്തില്ല, വേണമെങ്കിൽ നമ്മൾ മാറി പൊക്കോളാനാ പറയുന്നത്. ഇതിന് മൂക്കുകയറും ഇല്ല, ഒന്നുമില്ല. പക്ഷെ എന്താണ് തിരിച്ച് വീട്ടിൽ ചെല്ലുക എന്നുള്ളത് എന്തോ എങ്ങനെയാ ഇതിന്റെ പരിപാടി എന്നറിയില്ല കേട്ടോ. ഇവരിങ്ങനെ അഴിച്ചു വിട്ടേക്ക് മൊട്ടക്കുന്നല്ല ഗ്ലാസ് ബ്രിഡ്ജിന്റെ അവിടേക്ക് എത്തി. പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് കയറ്റി വിടാനും പാർക്കിംഗ് എടുത്തു. ഇതേണ്ട വേറെ സെക്യൂരിറ്റി മാമൻ ആ പാർക്കിങ്ങിന്റെ ടിക്കറ്റ് വാങ്ങിക്കാനാണ് തോന്നി വരുന്നത്. അയ്യോ ഞാൻ എങ്ങോട്ട് അതും കൊടുത്തോ. ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി പക്ഷെ മഞ്ഞ് ഇറങ്ങാൻ തുടങ്ങി കേട്ടോ. ചിന്നരം കൂടെ നിന്ന് അവന്മാർ അവിടെ ഒരു വലിയ പ്രശ്നം തന്നെയാണ് കേട്ടോ. അവന്മാർ ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു മിന്നലുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ ചെറിയൊരു കോടമഞ്ഞിന്റെ ഇത് കണ്ടാൽ പോലും നമുക്ക് ടിക്കറ്റ് അങ്ങോട്ട് അലോഡ് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. ഇവിടെ പിന്നെ വാഗമണ്ണിന്റെ ഈ മഞ്ഞ് നിറഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഗ്ലാസ് ബ്രിഡ്ജ് കയറാമെന്നാണ്. അങ്ങോട്ട് നോക്കി അവിടെ ഫുള്ള് കോട കൊണ്ട് നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ പോലും പറ്റുന്നില്ല. അത് മാത്രമല്ല ഇടിയും മിന്നലും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. ഇവിടെ കൂടുതലും ഒത്തിരി പരിപാടിയുണ്ട്. അവിടെ സൈക്ലിങ് ചെയ്തുകൊണ്ട് ആ കാണുന്ന അതുകൊണ്ട് അവിടെ കാണുന്നതുകൊണ്ട് ആ ഒരു സംഭവം സൈക്ലിംഗ് ആണ്. അതായത് റോപ്പിൽ കൂടെ സൈക്കിൾ പോകുന്നത് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ആ ബിൽഡിംഗ് ഇല്ല, മഞ്ഞ് മൂടിയിരിക്കുന്നോണ്ട് കാണാൻ പറ്റില്ല. മഞ്ഞ് മൂടിയിരിക്കുന്നോണ്ടൊന്നും കാണാൻ പറ്റുന്നില്ല. ഫുൾ മഞ്ഞ് മൂടിയിരിക്കും. അതേ നോക്കി ഫാമിലീസ് വരുന്നുണ്ട്. നമ്മുടെ കാർ അവിടെ കിടക്കുന്നു. ഫുൾ ഒരു രക്ഷയില്ല. അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിംഗ് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയത്തില്ല. ആ ഒരു ഭാഗമൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയുന്നില്ല. കാണാൻ പറ്റും. ശരിയാണ് ഭംഗി കാണാം. എന്തായാലും നല്ല തണുപ്പുണ്ട് കേട്ടോ. നല്ല സൂപ്പർ സ്ഥലമാണ്. അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പറാണ്. അപ്പോൾ എല്ലാവർക്കും ഇതിൽ വാഗമണ്ണിലേക്ക് വരാനൊക്കെ പറ്റിയ ഒരു സിറ്റുവേഷൻ ഇത് തന്നെയാണ്. ഈ ഒരു അഡ്വഞ്ചറസ് പാർക്കിലൊന്നും പോകാതെ തന്നെ നമുക്ക് ഒത്തിരി കാഴ്ചകളുണ്ട്. അത് മാത്രമല്ല ഞങ്ങളിപ്പോൾ ഹരിപ്പാട് ഹരിപ്പാടുകാരാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഈ മഞ്ഞൊന്നുമില്ല. ഞങ്ങൾക്ക് ഇതൊക്കെ ഒരു വല്ലാത്ത സന്തോഷം നിറയ്ക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്ന നമ്മുടെ ഈ കോടമഞ്ഞും കാര്യങ്ങളൊക്കെ. അപ്പം ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് നമുക്ക് കാണാം. ഞങ്ങൾ തിരിച്ച് ഇവിടുന്ന് ഇറങ്ങി അങ്ങോട്ട് പോവുകയാണ്. ഈ കാണുന്നതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. ഗ്ലാസ് ബ്രിഡ്ജിന്റെ കുറച്ച് ഭാഗം ഗ്ലാസ് ബ്രിഡ്ജ് അല്ല, അത് മറ്റേ ഇല്ല കയറി മറ്റേ ആ സൈക്ലിങ്ങിന്റെ ആ ഒരു പരിപാടി തന്നെ ഈ കാണുന്നത്. സൈക്ലിങ് ആ റോപ്പേ കൂടെ സൈക്ലിങ് വരുന്ന ഒരു പരിപാടിയാണ് കാണുന്നത്. ഗ്ലാസ് ബ്രിഡ്ജിന്റെ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇപ്പൊ എന്തായാലും നമ്മൾ പോകുന്ന വഴിയായി കാണുന്നത് കേട്ടോ. നിങ്ങൾ ആ വഴി കണ്ടോ? നമ്മൾ പോകുന്ന വഴിയുടെ അവസ്ഥയായി കാണുന്നത്. അപ്പൊ ഗ്ലാസ് ബ്രിഡ്ജിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ല. അപ്പം ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീണ്ടും നല്ല നല്ല വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരുന്നവരെ ബൈ. അപ്പം നമ്മൾക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.